ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം തുടങ്ങുമ്പോൾ മുതൽ സ്വർഗമാണ് കാണുന്നത്. സ്വർഗം. അതിനു മുമ്പ് ഭൂമിയാണ്, ഭൂമിയിലെ സഭകൾ. 2-3 അധ്യായങ്ങളിൽ ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്കുള്ളതായ ദൂത്, അത് ഈ ഭൂമിയിലെ കാര്യങ്ങളാണ്. എല്ലാം ഭൂമിയിൽ. പെട്ടെന്നാണ് വിധം മാറിയത്. പെട്ടെന്ന് അപ്പോസ്തലനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഇവിടെ കയറി വരിക, വിളിയാണ്. ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ പത്മോസിൽ ഏകാഗിയായിരിക്കുമ്പോൾ സ്വർഗീയ ദർശനങ്ങൾ ലഭിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ ദുരിതമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദുരിതം കാരണം ഏകാഗിയായിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ഞാൻ പറഞ്ഞതുപോലെ മുകളിലേക്ക് നോക്കുമ്പോൾ ആകാശത്തിൽ കഴുകന്മാർ ഒട്ടമിട്ട് പറക്കുന്നു. ഈ മനുഷ്യനൊന്ന് ചത്ത് കിട്ടിയാൽ മതി, അല്ല എണീക്കാൻ വയ്യാതെ ആയാൽ മതി, കൊത്തി തിന്നാം. കഴുകന്മാർ ഒട്ടമിട്ട് പറക്കുന്നു. അവിടെ അനേകം കഴുകന്മാർ ഇതുപോലെ അവിടെ പത്മോസിൽ മരിച്ചുപോയവരുടെ ശവശരീരം തിന്നതിൻ്റെ അസ്ഥികളെല്ലാം അവിടെ ചിതറി കിടപ്പുണ്ട്. അപ്പോസ്തലൻ നോക്കി, വേറെ ഉണങ്ങിയ അസ്ഥികൾ കിടക്കുന്നു ചുറ്റുപാടും. ഇതുപോലെ ശിക്ഷിക്കപ്പെട്ടു പോയ കിടന്നവരെ അവരെ കഴുകുമാർ കുത്തി തിന്ന് മാംസമെല്ലാം തിന്നതിന് ശേഷമുള്ള അസ്ഥി കഷ്ണങ്ങൾ കിടക്കുകയാണ്. ഇതുപോലെ എൻ്റെ ശരീരത്തിലെ മാംസമെല്ലാം തീർന്ന് ഈ കഴുകുമാർ കുത്തി തിന്ന് എൻ്റെ അസ്ഥികളും ഇവിടെ ചിതറി കിടക്കും. അപ്പോസ്തലന് വശങ്ങളിൽ നിന്ന് പെട്ടെന്ന് കണ്ണ് മാറ്റി, മുകളിലേക്കുള്ള കണ്ണ് മാറ്റി. അപ്പോഴാണ് ആർത്തലയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നത്, സമുദ്രത്തിൻ്റെ ശബ്ദം. പത്മോസ് ദ്വീപിലെ ചുറ്റുപാടുമുള്ള ആ ചുറ്റി നിൽക്കുന്ന മഹാസമുദ്രത്തിൽ നിന്ന് ഭയങ്കരമായ ശബ്ദം. അത് പ്രത്യേകിച്ചും പത്മോസ് ദ്വീപ് പാറക്കെട്ടുകളുടെ സ്ഥലമാണ്. പാറക്കെട്ടിലേക്ക് ഈ തിരമാലകളൊന്ന് ആഞ്ഞടിക്കുമ്പോൾ വലിയ മുഴക്കം കേൾക്കാം, ഭയങ്കരമായ ശബ്ദം. അപ്പോസ്തലൻ ഇതെല്ലാം ശ്രദ്ധിക്കുകയാണ്. ആ ശബ്ദത്തിലേക്ക് നോക്കിയപ്പോൾ പെട്ടെന്ന് ചിന്ത വന്നു, പണ്ടൊരിക്കൽ ഇതുപോലെ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾ കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോയപ്പോൾ അന്ന് എൻ്റെ ദൈവമേ എന്ന് പടകിൽ വെള്ളം കയറി, വലിയ തിരമാലകളടിച്ചു, കൊടുങ്കാറ്റടിച്ചു, കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. അതെല്ലാം ഓർമ്മയുണ്ട്. എല്ലാം ഇപ്പോൾ ഓർമ്മയിൽ ചകർന്നെടുത്ത് വരികയാണ്. ഓർമ്മകൾ, നല്ല മധുരമായ ഓർമ്മകളാണ്. എന്തൊരു നല്ല കാലമായിരുന്നു, ഓർക്കുകയാണ്. എന്തൊരു നല്ല കാലം, യേശുവിനോട് നടന്നതായ നല്ല കാലം. സ്തോത്രം. യേശുവിനോട് നടന്ന നല്ല കാലം. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഓർക്കണം ഇങ്ങനെയൊക്കെ യേശുവിൻ്റെ കൂടെ നടന്ന നല്ല കാലങ്ങൾ നിങ്ങളുടെ മനസ്സിലും വരണം. എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ യേശുവിൻ്റെ കരുത്തിൽ പിടിച്ചുകൊണ്ട് നടന്നതായ കാലങ്ങൾ. സ്തോത്രം. യേശുവിൻ്റെ കരുത്തിൽ പിടിച്ച് പരീക്ഷ എഴുതിച്ചതായ നല്ല കാലങ്ങൾ, യേശുവിൻ്റെ കരുത്തിൽ പിടിച്ച് ജോലി സ്ഥലത്തേക്ക് എന്നെ കയറ്റി വിട്ടതായ നല്ല കാലങ്ങൾ, യേശുവിൻ്റെ കരുത്തിൽ പിടിച്ച് വിവാഹവേദിയിലേക്ക് എന്നെ കയറ്റി വിട്ടതായ നല്ല കാലങ്ങൾ. ഓരോന്നും ഓർക്കണം നാം, ഓരോന്ന്. യേശുവിൻ്റെ കൈപിടിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ താലോലിക്കാൻ എനിക്ക് തന്നതായ നല്ല കാലങ്ങൾ. ദൈവത്തിന് സ്തോത്രം. യേശു കൈപിടിച്ചതായി നടത്തിയ കാലങ്ങൾ. തെറ്റായ വഴിയിലേക്ക് പോകുമ്പോൾ യേശു പയ്യെ അടിച്ച് നേർവഴിയിലേക്ക് കൊണ്ടുവന്ന നല്ല കാലങ്ങൾ. ദൈവത്തിന് സ്തോത്രം. വഴി തെറ്റി പോകുമ്പോൾ യേശു പിടിച്ച് എഴുന്നേൽപ്പിച്ച് കഴുകി തന്നതായ നല്ല കാലങ്ങൾ. സ്തോത്രം. വസ്ത്രം അഴുക്കായി പോയപ്പോൾ വസ്ത്രം മാറി മേൽത്തൊരു അങ്കി ധരിപ്പിച്ചതായ നല്ല കാലങ്ങൾ. ഓരോന്നിങ്ങനെ ഓർക്കുമ്പോൾ സന്തോഷം തിങ്ങും. യോഹന്നാൻ സ്ലീഹ ഓർക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ
ആ സ്വർഗം തുറന്നപ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു. അപ്പോൾ ഞാൻ കണ്ടു. എന്ത് കണ്ടു? കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക എന്ന് മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. മേലാൽ സംഭവിക്കാനുള്ളതെല്ലാം കാണിച്ചു തരാമെന്ന്. എന്തൊരു പദവിയാണത്! സംഭവിക്കാനുള്ള കാര്യങ്ങൾ കാണിച്ചു തരാമെന്ന് പറയുന്നത്. ഭാവികാല പ്രവചനങ്ങൾ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഇതെനിക്ക് അസാധ്യം വിചാരിക്കരുത്. നമ്മുടെ കർത്താവ് എല്ലാവർക്കും തരാനാണിത് പറയുന്നത്. നിങ്ങളെ ആരെയും ഒഴിവാക്കിക്കൊണ്ടല്ല കർത്താവ് പറയുന്നത്. നിങ്ങൾക്കും മേലാൽ സംഭവിക്കാനുള്ളത് കാണിച്ചു തന്നുകൊണ്ട് നിങ്ങൾ ആത്മാവിൽ അത്യന്തം ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് വരാൻ കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നിങ്ങളാരും ഒഴിവായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളാരും പുറംകൊള്ളികളല്ല. നിങ്ങളെല്ലാവരും അകത്ത് രാജാധിരാജൻ്റെ സിംഹാസനത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. അതിനുവേണ്ടി മാത്രം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഈ മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അപ്പോസ്തലന് ഐശ്വര്യത്തോടെ കടന്നു ചെന്നു. മേലാൽ സംഭവിക്കാനുള്ളത് കാണിച്ചു തരികയാണ്. ഉടനെ ഞാൻ ആത്മവിവശനായി, സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും. കേട്ടോ, ഈ മേലാൽ സംഭവിക്കാനുള്ളത് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോഴേക്കും ആത്മാവിലായി. സ്തോത്രം. ആത്മവിവശനായി എന്ന് പറഞ്ഞാൽ ആത്മാവിലായി, ആത്മാവിന് നിറവ് പ്രാപിച്ചു, ആത്മവിവശനായി. സ്തോത്രം. ഞാനിതെല്ലാം പറയുമ്പോൾ ഞാൻ ആഗ്രഹത്തോടെ പറയുകയാണ്, നിങ്ങളെല്ലാം ആത്മവിവശരായിത്തീരണം. ആത്മവിവശര്. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ആത്മാവിൻ്റെ വിവശത വരണം. സ്തോത്രം. വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏങ്ങലടിച്ച് കരയും. ചിലപ്പോൾ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണീര് തുരുരാ നിങ്ങളുടെ വേദപുസ്തകത്തിൽ ആളിൽ വീഴും. ദൈവത്തിന് സ്തോത്രം. വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിരിക്കുന്ന ആ ഇരിപ്പിടത്തിൽ നിങ്ങളുടെ കണ്ണുനീര് വീണ് അവിടെ നനയും. ആത്മവിവശത അത് കരച്ചിൽ, ദുഃഖത്തിൻ്റെ കരച്ചിലല്ല, അത് ആത്മാവിൻ്റെ നിർവൃതിയുടെ കരച്ചിലാണ്. ആത്മാവിൻ്റെ നിർവൃതിയുടെ കരച്ചിലാണ്. ആത്മാവിൻ്റെ അത്യാനന്ദത്തിൻ്റെ കരച്ചിലാണ്. ആത്മാവിൻ്റെ അത്യാനന്ദം. സഹോദരങ്ങളെ, നിങ്ങൾ ഈ ലോകത്തിലെ അനേകം കാര്യങ്ങളെ കുറിച്ച് കരയുന്നവരാണ്. പല കാര്യങ്ങളുണ്ട്, കരയാൻ വിഷയങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മക്കളുടെ കാര്യം ഓർത്ത് കരയാം, അല്ല ഭർത്താവിൻ്റെ കാര്യം ഓർത്ത് കരയാം, ഭർത്താവിൻ്റെ ദുസ്വഭാവം ഓർത്ത് കരയാം, ഭർത്താവിൻ്റെ മദ്യപാനശീലം ഓർത്ത് കരയാം. കരയാൻ വിഷയങ്ങളൊക്കെ ഉണ്ട്. ഭാര്യയുടെ കോപാവേശം കണ്ട് കരയാം, ഭാര്യയുടെ വാശി കണ്ട് കരയാം. വിഷയങ്ങളുണ്ട്. ഈ ഭൂമിയിൽ പലതും ഉണ്ട്. പണം ഇല്ല, തികയുന്നില്ല, കരയാം. കടം വന്നുകൂടി, കരയാൻ വിഷയങ്ങളുണ്ട്. പക്ഷേ അതല്ല സാക്ഷാലുള്ള കരച്ചിൽ. സാക്ഷാലുള്ള കരച്ചിൽ എന്താണ്? സാക്ഷാലുള്ള കരച്ചിൽ സന്തോഷത്തിൻ്റെ കരച്ചിലാണ്. സന്തോഷാശ്രുക്കൾ എന്ന് പറയും. സന്തോഷാശ്രുക്കൾ, ആനന്ദബാഷ്പം, സന്തോഷാശ്രുക്കൾ. കണ്ണിൽ നിന്ന് കണ്ണുനീര് അടർന്നടർന്ന് വീഴും. എപ്പോൾ? എങ്ങനെയാണ് വീഴുന്നത്? യേശുവിൻ്റെ ആ സ്വർഗീയമായ സാന്നിധ്യം ലഭിക്കുമ്പോഴാണ് ആത്മാവിൻ്റെ വ്യവസ്ഥ വരുന്നത്. പരിശുദ്ധാത്മാവ് നിറയുകയാണ്. പരിശുദ്ധാത്മാവ് നിറയുന്നു. ഈ ബലൂൺ വീർത്ത് വരുന്നത് പോലെ, ഇതാ കാറ്റ് അകത്ത് കടക്കുന്തോറും ബലൂൺ വീർത്ത് വരുന്നത് പോലെ നമ്മുടെ ഹൃദയം വീർത്ത് വരും. നമ്മുടെ നെഞ്ച് വീർത്ത് വരും. നമ്മുടെ നെഞ്ച് അങ്ങ് നിറഞ്ഞു വരും. ദൈവത്തിന് സ്തോത്രം. അകത്ത് ഒരു വലിയ ശക്തി ഇങ്ങ് വരുന്നത് കാണാം, അനുഭവിക്കാൻ കഴിയുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അകത്ത് ശക്തി വരുമ്പോൾ നിങ്ങൾ അല്ലാതായിത്തീരും. അകത്ത് ആ ശക്തി പ്രവേശിക്കുമ്പോൾ നിങ്ങൾ വേറൊരാളായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ലോകത്തെ കാര്യങ്ങൾ നിങ്ങൾ അലട്ടുകയില്ല. ഒരു ഭാരവും നിങ്ങൾക്ക് ഉണ്ടാകുകയില്ല. ഭാരങ്ങളില്ലെന്നല്ല, ഉണ്ട്. ഒരു ഭാരവും അലട്ടുകയില്ല. ഇവിടെയുള്ള കഷ്ടപ്പാടുകളെക്കുറിച്ചുള്ള ഭാരങ്ങൾ വരികയില്ല. എല്ലാം ഉണ്ട്. പക്ഷേ ഒരു അവാച്യമായ അനുഭൂതി, മധുരം അത് നമുക്ക് ലഭിക്കുകയാണ്. അവാച്യം വർണ്ണിക്കാൻ വയ്യാത്തത്. ദൈവത്തിന് സ്തോത്രം. അത്ഭുതകരമായൊരു ശക്തി നിങ്ങളിലേക്ക് പ്രവഹിക്കുകയാണ്. ഒരു ശക്തി പ്രവഹിക്കുന്നു. ശക്തി നിങ്ങളുടെ ശരീരങ്ങളിലൂടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. എന്തൊരു ഭാഗ്യമാണതെന്നോ. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൻ്റെ വ്യവസ്ഥത. അപ്പോൾ ഞാൻ ആത്മവ്യവസ്ഥനായി എന്നാണ് പുസ്തകം പറയുന്നത്. ആത്മവ്യവസ്ഥനായി. ആത്മാവിൻ്റെ വ്യവസ്ഥയിൽ മാത്രമേ കർത്താവ് തരുന്ന ദർശനങ്ങൾ കാണാൻ സാധിക്കുകയുള്ളൂ. ആത്മാവിൻ്റെ ദർശനം ആത്മാവിൻ്റെ വ്യവസ്ഥതയിൽ കിട്ടുന്നു. വ്യവസ്ഥത എന്ന് പറഞ്ഞാൽ തളർച്ച എന്നല്ല അതിൻ്റെ അർത്ഥം. ആത്മവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ആത്മാവിന് നിറവ് കിട്ടി. വായിക്കാം. ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി, സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. നേരിട്ട് കാണുകയാണ്, നിസ്സാരമല്ലല്ലോ. സ്വർഗത്തിൽ സിംഹാസനം വെച്ചിരിക്കുന്നത് കണ്ടു. നേരെ സ്വർഗത്തിലേക്ക് എത്തുന്നത്. സ്വർഗത്തിൽ സിംഹാസനം വെച്ചിരിക്കുന്നത് കണ്ടു. അതിൽ സിംഹാസനത്തിൽ ഒരാൾ ഇരിക്കുന്നതും കണ്ടു. എന്താണ് ഇരിക്കുന്ന ആൾ? എങ്ങനെയാണ് ഇരിക്കുന്നവൻ? കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സൂര്യകാന്തത്തോട് സദൃശൻ. ദൈവത്തിൻ്റെ മഹത്വത്തെ കാണിക്കുന്നതാണ് സൂര്യകാന്തം. പത്മരാഗം അത് ദൈവത്തിൻ്റെ ന്യായവിധിയെ സൂചിപ്പിക്കുന്നു. ദൈവം ന്യായാധിപതിയാണ്. ദൈവം തേജോമയനായ ദൈവം മഹത്വപൂർണ്ണനാണ്. മഹത്വപൂർണ്ണനായ ദൈവം ന്യായം വിധിക്കുന്നവനാണ്. പിന്നെ സിംഹാസനത്തിൻ്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശമായ ഒരു പച്ചവില്ല്, ഒരു മഴവില്ലിനോട് തുല്യമായ, മരതകത്തോട് തുല്യമായത്. മരതകം ദൈവത്തിൻ്റെ കരുണയെ കാണിക്കുന്നു. മരതകം ഈ മഴവില്ല് ഇപ്പോൾ ദൈവത്തിൻ്റെ കരുണയെ കാണിക്കുന്നു. മഴവില്ല് അത് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. നോഹയുടെ കാലത്ത് ദൈവം മഴവില്ല് കാണിച്ചു കൊടുത്തു.
എന്നിട്ട് ഇത് നിനക്കൊരു അടയാളമായിരിക്കും എന്ന് പറഞ്ഞു. എന്താണ് അടയാളം? ഇനി വെള്ളം കൊണ്ട്, അന്നത്തെ പ്രളയം പോലുള്ള ആകമാനം ഭൂമി മുഴുവനും മൂടുന്ന വെള്ളം കൊണ്ട് ഞാൻ ഭൂമി നശിപ്പിക്കുകയില്ല. ദൈവം എന്ന് പറഞ്ഞതാണ്. അത് നിനക്കൊരു അടയാളമാണ്, നിനക്കൊരു വാഗ്ദത്തമാണ്. വെള്ളം കൊണ്ട് അവിടെ ഇവിടെ ഉണ്ടാകുന്ന നാശം ഉണ്ടാകുകയില്ല എന്നല്ല പറഞ്ഞത്. ഭൂമി മുഴുവൻ നോഹയുടെ കാലത്ത് വെള്ളം കൊണ്ട് നിറഞ്ഞു. ഭൂമിയുടെ എല്ലാ ഉപരിതലത്തിലും വെള്ളം നിറഞ്ഞു. പറഞ്ഞാൽ എന്തായിരിക്കും, എന്ത് പൊക്കമായിരിക്കും? 29,000 കിലോനടി ഉയരത്തിലാണെന്ന് തോന്നുന്നു എവറസ്റ്റ്. അതിലും മുകളിൽ വെള്ളം കയറി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. 40 രാവും 40 പകലും 40 രാവും 40 പകലും തുടരെ മഴ പെയ്തുകൊണ്ടിരുന്നു. ഭൂമി മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞു. അതുപോലുള്ള ഒരു മഹാപ്രളയം ഇനി വെള്ളം കൊണ്ടുണ്ടാവുകയില്ല ദൈവം പറഞ്ഞു. അതാണ് മഴവില്ല ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവത്തിൻ്റെ കരുണയെ കാണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മഴവില്ല് കാണുമ്പോൾ ഓർത്തോളണം, നിത്യനായ ദൈവം കരുണയുള്ളവനാണ്. മഴവില്ല് ദൈവത്തിൻ്റെ കരുണയുടെ സൂചനയാണ്. എൻ്റെ കർത്താവേ, ഈ ഭൂമിയെ നീ മുഴുവൻ ഒരുമിച്ച് വെള്ളം കൊണ്ട് നശിപ്പിക്കുകയില്ല എന്നുള്ളതിന് കർത്താവേ നീ തന്നതായ ഒരു വാഗ്ദത്തമാണല്ലോ ഈ മഴവില്ല്. വിശ്വസിക്കണം. കരുണയെ കാണിക്കുന്നു, ദൈവത്തിൻ്റെ ന്യായവിധിയെ കാണിക്കുന്നു, ദൈവത്തിൻ്റെ കരുണയെ കാണിക്കുന്നു, ദൈവത്തിൻ്റെ മഹത്വത്തെ കാണിക്കുന്നു. സൂര്യകാന്തം ദൈവത്തിൻ്റെ മഹത്വത്തെ കാണിക്കുന്നു, പത്മരാഗം ദൈവത്തിൻ്റെ ന്യായവിധിയെ കാണിക്കുന്നു, മരതകം ദൈവത്തിൻ്റെ കരുണയെ കാണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അല്പം വിശദീകരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ദൈവം കരുണയുള്ളവനാണ്, പക്ഷേ ദൈവം ന്യായം വിധിക്കുന്നവനുമാണ്. ന്യായം വിധിക്കും, ദൈവം കരുണയുള്ളവനുമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ നീതി മനുഷ്യനെ ന്യായം വിധിക്കും. തെറ്റാണെന്ന് കാണിച്ചതാണ് ദൈവത്തിൻ്റെ നീതി. ദൈവം നീതിമാനാണ്. ആ നീതിക്കൊത്ത് നിന്നില്ലെങ്കിൽ ന്യായം വിധി നേരിട്ടേ പറ്റുകയുള്ളൂ. സംശയിക്കേണ്ട, ന്യായവിധിയുണ്ട്. നാം എല്ലാ ന്യായവിധിയെ നേരിടേണ്ടി വരും. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ന്യായവിധിയെ കാണിക്കുന്നു. ന്യായം വിധിക്കുന്ന ദൈവമുണ്ട്, നീതിയോടെ വിധിക്കുന്ന ദൈവമുണ്ട്, മുഖപക്ഷമില്ലാതെ ന്യായം വിധിക്കുന്ന ദൈവമുണ്ട്. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം വായിക്കാം. മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നതിനാണ്. മുഖപക്ഷം ഉണ്ടാവില്ല, ആരോട് മുഖപക്ഷമില്ല, ന്യായം വിധിക്കും. കർത്താവായ യേശു ക്രിസ്തു നിത്യനായ ദൈവം മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവൻ. 1 പത്രോസ് 1:17. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം, ഈ പരദേശവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. സ്തോത്രം. ഭയത്തോടെ കഴിക്കണം. ഇത് കളിയാക്കി പോകേണ്ടതല്ല, തോന്നിയതുപോലെ ജീവിക്കേണ്ടതല്ല, ഭയത്തോടെ ജീവിക്കണം. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 10-12 വാക്യം വായിക്കാം. റോമർ 14:10-12 വാക്യങ്ങൾ. നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. വ്യക്തമാണ്, എല്ലാവരും നിൽക്കേണ്ടി വരും. 12-ാം വാക്യം. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കണക്ക് തീർക്കുന്ന ഒരു നാളുണ്ട്. ദൈവത്തിന് സ്തോത്രം. കണക്ക് തീർക്കുന്ന നാളുണ്ട്. മത്തായി 25-ാം അധ്യായം 2nd പാരഗ്രാഫ്. അവിടെ അവൻ വന്ന് അവരുമായി കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. താലന്തുകളുടെ ഉടയവൻ വന്ന് അവരുമായി കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കെല്ലാം നിസ്സാര കാര്യമാണ്. എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം തെറ്റ് വന്നാലും ഒന്നും ഒരു പശ്ചാത്താപമില്ല. നേരെ മറിച്ച് ഇതെല്ലാം കണക്ക് ചോദിക്കുന്ന ദിവസമുണ്ട്. നമ്മുടെ ഹൃദയത്തിലുണ്ടായ ചീത്ത ചിന്തകൾ, നമ്മുടെ വാക്കിൽ വന്നതായ അശുദ്ധമായ പ്രയോഗങ്ങൾ, വാക്കിൽ വന്നതായ അശുദ്ധമായ വാക്കുകൾ, പ്രവൃത്തിയിൽ വന്നതായ തിന്മകൾ എല്ലാം കണക്ക് പറയേണ്ടി വരും. ഓരോ പ്രവൃത്തിക്കും കണക്ക് പറയേണ്ടി വരും. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 9-ാം വാക്യം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനെ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും ചീത്തയായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്, ആ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. മറക്കരുത്. സ്തോത്രം. ന്യായവിധിയുണ്ട്. വീണ്ടും വാക്കുകൾക്ക് ന്യായവിധിയുണ്ട്. മത്തായി 12:36. വാക്കുകൾ, നാം പറയുന്ന ഓരോ വാക്ക് ന്യായവിധിയുണ്ട്. നാം എന്തെല്ലാമാണ് പറഞ്ഞു പോകുന്നത്? ശാപവാക്കുകൾ പറയുന്നു, അസഭ്യവാക്കുകൾ പറയുന്നു, ദ്വയാർത്ഥം വെച്ച് 2 അർത്ഥം വെച്ച് പറയുന്നു, ചിലരെ പരിഹസിക്കുന്നു, ചിലർക്ക് ദൂഷണം പറയുന്നു.
ഇതെല്ലാം ന്യായവിധിയുണ്ട്, വ്യക്തമാണ്, വായിക്കാം. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. നാം ചിലരെ പുച്ഛിക്കുന്നു, ചിലരെ പരിഹസിക്കുന്നു, ചിലരെ അവമാനകരമായ രീതിയിൽ അവരോട് സംസാരിക്കുന്നു, അവമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു, അവഹേളിക്കുന്നു, നിന്ദിക്കുന്നു, ആക്ഷേപിക്കുന്നു. അല്ലെങ്കിൽ ചിലരോട് നാം മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് വേറെ വിധത്തിൽ പുറമേ വഞ്ചാരവാക്ക് പറയുന്നു. എല്ലാം ന്യായവിധിയുണ്ട്. മനുഷ്യ പറയുന്ന ഏത് നിസ്സാരവാക്കിനും ന്യായ ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ചിന്തകൾക്ക് ന്യായവിധിയുണ്ട്, വിചാരങ്ങൾക്ക് ന്യായവിധിയുണ്ട്. 1 കൊരിന്ത്യർ 4-5 വാക്യം. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. ഈ മനസ്സിൽ കൂടി പോകുന്ന ഈ ആലോചനകൾ അതങ്ങ് തീർന്നു പോവുകയല്ല. നമുക്ക് ഞാൻ അങ്ങനെ ചിന്തിച്ചു, തീർന്നു വിചാരിക്കണ്ട, തീർന്നില്ല. ഇതെല്ലാം വെളിപ്പെടുന്നൊരു ദിവസമുണ്ട്. ചിന്തകൾ, നാം ചിന്തിക്കുന്നതായ ചിന്തകൾക്ക്, ആലോചനകൾ, അതെല്ലാം വെളിപ്പെട്ടു വരും. അങ്ങനെ എന്തെല്ലാം ചിന്തിച്ചു. ചിലരെക്കുറിച്ച് നാം വിരോധമായി ചിന്തിച്ചു, ചിലർക്ക് ദോഷം വരാൻ ആഗ്രഹിച്ചു, ചിലരോട് പക വെച്ചുകൊണ്ടിരുന്നു, ഇല്ലേ? നമ്മുടെ ഹൃദയത്തിൽ വളരെ ദേഷ്യം വെച്ചുകൊണ്ടിരുന്നു, ചിലരോട് മുൻവിധി വെച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം എല്ലാറ്റിനും കണക്ക് പറയേണ്ടി വരും. ഒരു ന്യായവിധിയുണ്ട്. നീതി ന്യായാധിപതിയായ കർത്താവ്, രാജാക്കന്മാരുടെ രാജാവ്, ചക്രവർത്തിമാരുടെ ചക്രവർത്തി, നിത്യപരിശുദ്ധനായ ദൈവം ന്യായാസനത്തിലിരിക്കും. അന്ന് എല്ലാവരും അവിടെ വെളിപ്പെട്ട് വരും. എല്ലാവരും ആബാലവൃദ്ധം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഭയപ്പെടുന്നു. ഞാൻ കർത്താവിൻ്റെ വചനം പറയാൻ ഭയപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം ഈ പറയുന്ന വാക്കുകൾ എനിക്കെതിരെ തിരിയുമോ? എനിക്കെതിരെ തിരിയുമോ? കർത്താവിൻ്റെ വചനത്തിന് 2 വായത്തിലുണ്ട്. ഒന്ന് അങ്ങോട്ട് വെട്ടുമ്പോൾ തന്നെ ഇങ്ങോട്ട് വെട്ടാനുള്ള വായത്തില കൂടിയുണ്ട്. ഞാൻ ഭയത്തോടെ നിൽക്കുകയാണ്. ഞാൻ കർത്താവിൻ്റെ വചനം പറയുന്നത് ഞാൻ തികഞ്ഞവനായിട്ടല്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വചനം പറയുന്നത് ഞാൻ എല്ലാവരേക്കാളും ഭേദമായിട്ടുമല്ല. ഭാഗ്യവശാൽ ഈ കർത്താവിൻ്റെ വചനം പറയാൻ ഒരാശ കർത്താവ് തന്നു, അത്ര തന്നെ. കർത്താവ് എന്നെ ഭയപ്പിച്ചു, ഞാൻ വിശ്വസിക്കുന്നു, അത്ര തന്നെ. എന്നാൽ ഞാനും ശുദ്ധീകരണം പ്രാപിക്കണം, ഞാനും രൂപാന്തരപ്പെടണം. ഞാൻ ഭയത്തോടെ പറയുകയാണ്, ഞാനും രൂപാന്തരപ്പെടണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ ഒരു നാമം മഹത്വപ്പെടും. ഒരു ന്യായവിധിയുണ്ട്. അവിടെ മുഖപക്ഷമില്ല, മുഖപക്ഷമില്ല. ന്യായം വഹിക്കുന്നൊരു ദൈവം. ദൈവത്തിന് സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനം 2-6 വാക്യം വായിക്കൂ. റോമർ 2:6. അവൻ ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഇത് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ചിന്തിക്കണം. ന്യായവിസ്താര ദിവസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? ന്യായവിധിയുടെ ദിവസത്തിൽ എന്ത് ചെയ്യും? ഇന്നത്തെ ഈ സ്ഥിതിയിൽ കടന്നുപോയാൽ, പാപം കഴുകപ്പെടാതെ കടന്നുപോയാൽ, ജീവന പുസ്തകത്തിൽ പേരില്ലാതെ കടന്നുപോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? സഹായിക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. ഇന്ന് നമുക്കൊരു കേട് വന്നാൽ സഹായിക്കാൻ പലരുമുണ്ട്. രോഗം വന്നാൽ നമ്മൾ താങ്ങാൻ പലരുമുണ്ട്. പൈസയ്ക്ക് ചെറുക്കം വന്നാൽ കടം തരാൻ പലരുമുണ്ട്. ഇന്ന് കുഴപ്പമില്ല, ഇവിടെ ഭൂമിയിൽ കുഴപ്പമില്ല. പക്ഷേ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആരുണ്ട് താങ്ങാൻ? ആരുണ്ട് താങ്ങാൻ? ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, ചെയ്യാൻ സാധിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് എന്നൊരു സമയം നമുക്ക് തന്നിരിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ കരുണയും ദൈവ ന്യായവിധിയും. കരുണ ദൈവം തരുന്നുണ്ട്, ഒപ്പം ആ കരുണ കൈക്കൊണ്ടില്ലെങ്കിൽ ന്യായവിധി വരും. ഭയപ്പെടേണ്ടതാണ്. കരുണ നമുക്ക് തരുന്നുണ്ട്, കരുണയോടെ നമ്മൾ വിളിക്കുന്നുണ്ട്, പേര് ചൊല്ലി വിളിക്കുന്നുണ്ട്, ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. എനിക്കറിയാം, നിങ്ങൾ ഇന്നിവിടെ ഇരിക്കുന്നവർ ഓരോരുത്തരും, ദൂരെ ദൂരെ ഇരുന്ന് കേൾക്കുന്നവരും നിങ്ങളെ കർത്താവ് പേർ ചൊല്ലി വിളിക്കുന്നുണ്ട്. മകനെ വൈകല്ലേ എന്നാണ് പറയുന്നത്, മോളെ ഇനി വൈകല്ലേ എന്നാണ് പറയുന്നത്, കുഞ്ഞെ ഇനി വൈകല്ലേ, താമസിക്കല്ലേ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? കാലം തീരാൻ പോവുകയാണ്, നിൻ്റെ ആയുസ് തീരാൻ പോവുകയാണ്. മരണദൂതൻ പടിവാതിക്കൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആയുസ് തീരാൻ പോവുകയാണ്. വൈകല്ലേ. ദൈവത്തിന് സ്തോത്രം. ഒട്ടും വൈകല്ലേ, താമസിക്കല്ലേ. ഉള്ള സമയം, ഈ ഉള്ളത് എത്രയാണോ, കുറച്ചാണോ, അധികമാണോ, യേശുവിന് വേണ്ടി മാത്രം, മാത്രം. യേശുവേ നിനക്ക് വേണ്ടി മാത്രം. ഇതെല്ലാം മാറി മറിഞ്ഞു പോകും. ദൈവത്തിന് സ്തോത്രം. എല്ലാം മാറി മറിഞ്ഞു പോകും. ഇവിടെയുള്ള ബന്ധുബലമെല്ലാം എല്ലാം തീർന്നു. ആർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഉന്നതന്മാരായ നല്ല നല്ല പിടിപാടുള്ള ആളുകളൊക്കെ കൂടെയുണ്ട്, ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. സമ്പന്നരായ ആളുകൾ കൂടെയുണ്ട്, അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നല്ല രോഗദൃഢഗാത്രരായ പലരുമുണ്ട്, അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങളെ സ്നേഹിക്കുന്ന പലരുമുണ്ട്, അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ട ഭാര്യ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് ഏങ്ങലടികളോടെ നിൽക്കും ശവശരീരത്തിനടുത്ത്. മക്കൾ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് അവിടെ ചുറ്റി നിൽക്കും, അവരും വേദനയോടെ നിൽക്കും.
പ്രിയപ്പെട്ട ആത്മാവിലുള്ള സഹോദരന്മാർ സഹോദരിമാർ അവരെല്ലാം വന്ന് വേദനയോടെ നിൽക്കും. പോയല്ലോ, ആളങ്ങ് പോയല്ലോ, കരഞ്ഞുകൊണ്ട് നിൽക്കും. ഇനി ഈ ഭൂമിയിൽ കാണുകയില്ലല്ലോ. എത്രയും വേഗം ഇനി ഇത് മണ്ണിൽ മറിയുക എന്നുള്ളതാണല്ലോ ആവശ്യം. ഭൂമി വെച്ചുകൊണ്ടിരുന്നിട്ട് ഫലമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, അങ്ങനെ ദിവസം വരും. അതുകൊണ്ട് ആ ദിവസം വരുന്നതിന് മുൻപ് ഇന്ന് നമുക്ക് ഒരുങ്ങാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് ജീവിതം കർത്താവിന് കൊടുക്കാം. വൈകണ്ട, ഒട്ടും വൈകണ്ട. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് വിനയപൂർവ്വം പറയട്ടെ, ഇനി നിങ്ങൾ വൈകരുത്. യേശുവിനെ കൈക്കൊള്ളാൻ വൈകരുത്. യേശുവിനെ സ്വീകരിപ്പാൻ വൈകരുത്. യേശുവിനോട് ഹൃദയം തുറന്ന് പറയാൻ വൈകരുത്. ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൈമാറാൻ വൈകരുത്. സ്തോത്രം. ഒട്ടും വൈകരുത്. ഈ ലോക ജീവിതത്തിലെ പ്രാരബ്ധങ്ങളും ക്ലേശങ്ങളും എല്ലാം ഓർത്തുകൊണ്ടിരുന്ന് നിങ്ങളുടെ നല്ല കാലങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവത്തിന് സ്തോത്രം. ഒന്നേ ഒന്ന് മാത്രം, യേശു, എൻ്റെ യേശു, എനിക്ക് വേണ്ടി ജീവൻ വെച്ച യേശു, എനിക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തിയ യേശു. യേശു ജീവിക്കുന്നു. യേശു എന്നെ സ്നേഹിക്കുന്നു. യേശു എന്നെ വിളിക്കുന്നു. യേശു എന്നെ പേർ ചൊല്ലി വിളിക്കുന്നു. വിശ്വസിക്കുക. യേശു എന്നെ വിളിക്കുന്നു. യേശു എന്നെ സ്നേഹിക്കുന്നു. യേശു എന്നെ പേർ ചൊല്ലി വിളിക്കുന്നു. യേശുവേ ഞാനിതാ വരുന്നു. എൻ്റെ യേശുവേ ഞാനിതാ വരുന്നു. എൻ്റെ പ്രിയനേ ഞാനിതാ വരുന്നു. നിൻ്റെ സ്നേഹാർദ്രമായി വിളി കേട്ടുകൊണ്ട് ഞാനിതാ വരുന്നു. നിൻ്റെ കാരുണ്യമൂലെന്ന് വിളി കേട്ടുകൊണ്ട് ഞാനിതാ വരുന്നു. നിൻ്റെ സ്നേഹം നിറഞ്ഞ് വിളി കേട്ടുകൊണ്ട് ഞാനിതാ വരുന്നു. യേശുവേ ഞാൻ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഇതാ വരുന്നു. യേശുവേ എന്നെ നീ കൈക്കൊള്ളണമേ. എൻ്റെ പാവങ്ങൾക്ക് തൊണ്ട് എന്നോട് ചെയ്യല്ലേ. എൻ്റെ അകൃത്യങ്ങൾക്ക് തൊണ്ടോട് പകരം ചെയ്യല്ലേ. കർത്താവേ എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ മേൽ കണക്കിടല്ലേ. എൻ്റെ പാവങ്ങൾ എൻ്റെ മേൽ കണക്കിടല്ലേ. യേശുവേ സകല പാവവും പോക്കുന്ന ശുദ്ധമായ പരിശുദ്ധമായ തിരക്തം കൊണ്ട് എന്നെ കഴുകണമേ. ഇപ്പോൾ എന്നെ കഴുകി ഒടിപ്പാക്കണമേ. നാഥ, ഇന്നു മുതൽ എൻ്റെ യേശുവേ ഞാൻ നിൻ്റെ മകനായി ജീവിക്കും, നിൻ്റെ മകളായി ജീവിക്കും. തീരുമാനം നിങ്ങൾ പറയൂ. യേശുവിനോട് പറയൂ. ഹല്ലേലൂയ. ദൈവത്തോട് പറയൂ. യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ ഭാരമേൽപ്പിച്ച് കൊടുക്കൂ. യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ കൊടുത്തുകൊണ്ട് യേശുവിനോട് പറയൂ. യേശുവേ സുബോധം തരണമേ. യേശുവേ വെളിവ് തരണമേ. യേശുവേ ന്യായവിധി ഒഴിവാക്കി തരണമേ. യേശുവേ ശിക്ഷാവിധികൾ ഒഴിവാക്കി തരണമേ. യേശുവേ നരകം ഒഴിവാക്കി തരണമേ. യേശുവേ സ്വർഗത്തിൻ്റെ അവകാശം തരണമേ. യേശുവേ ഇതിൻ്റെ വേലക്കാരിയാകാനും വേലക്കാരനാകാൻ എനിക്ക് ഭാഗ്യം തരണമേ. എൻ്റെ യേശുവേ ഞാനിതാ എന്നെ നിനക്ക് ഞാൻ താഴ്ത്തി വെച്ച് തരുന്നു. ഹല്ലേലൂയ. എന്നെ ഞാൻ നിനക്കിതാ താഴ്ത്തി വെച്ച് തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ നിനക്കിതാ ഞാൻ ഏൽപ്പിച്ച് തരുന്നു. യേശുവേ എന്നെ തന്നെ ഞാൻ അടിയറായി വയ്ക്കുന്ന കർത്താവേ. എന്നെ തന്നെ ഞാൻ തിരുമുമ്പാകെ സമർപ്പിക്കുന്ന കർത്താവേ. എൻ്റെ ഭാവി എൻ്റെ കരങ്ങളിലേക്ക് വെച്ച് തരുന്ന കർത്താവേ. ഇന്ന് എന്നൊരു ദിവസം എനിക്ക് എൻ്റെ യേശുവിനെ അടുക്കൽ കിട്ടിയ സമയം ഞാനിതാ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് വെച്ച് തരുന്നു. സ്വീകരിക്കണമേ. എന്നെ കൈക്കൊള്ളണമേ. എൻ്റെ പാവങ്ങൾ ഓർക്കല്ലേ. എൻ്റെ അകൃത്യങ്ങൾ ഓർക്കല്ലേ. ഒന്നും കണക്കിടല്ലേ. എന്നെ സ്വീകരിക്കണമേ. എൻ്റെ പാവങ്ങൾ പൊറുക്കണമേ. പുതിയ രാജ്യത്തിലേക്ക്, നിത്യ സ്വർഗത്തിലേക്ക് എന്നെ സ്വീകരിപ്പാൻ നീ എന്നെ ഒരുക്കണമേ. പുതിയ യെരൂശലേമിലേക്ക് സ്വീകരിപ്പാൻ എന്നെ ഒരുക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, സമർപ്പിക്കൂ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഇതിനെ സ്തോത്രം ചെയ്യുന്നു. യേശുവേ, അവിടെ നിങ്ങളുടെ കൂടെ തന്നെയുള്ളതിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. അവിടെ നിങ്ങളെ ആളാം പ്രതി കാണുന്നതിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്ന് സ്നേഹിക്കുന്നതിന് ഞങ്ങൾ സ്തുതിക്കുന്നു. നിത്യ സ്നേഹം കൊണ്ട് ഞങ്ങൾ സ്നേഹിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ കർത്താവേ. അവിടുത്തെ രണ്ടാമത്തവന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. തിരുക്കത്താലുള്ള കഴുകലും വീണ്ടെടുപ്പും അവർക്ക് അനുഭവിക്കാനുള്ളത് സൗഭാഗ്യം നൽകണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.